ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് വീണ്ടും മലവെള്ളപ്പാച്ചിൽ. രാത്രി മഴ ശക്തമായതിനെ തുടർന്ന് പുഴയ്ക്ക് സമീപത്ത് താമസിക്കുന്നവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. പുനരധിവാസം ഉറപ്പാക്കണമെന്നാണ് വിലങ്ങാട്ടെ ദുരിതബാധിതരുടെ ആവശ്യം. ഉരുൾപൊട്ടൽ നാശം വിതച്ച നാട്ടിൽ വീണ്ടും മലവെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെയാണ് 26ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഭീതിയിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾ അടുത്താണ് ഉരുള് പൊട്ടിയ സ്ഥലം. അവിടെ കൂടുതലുള്ള വെള്ളം വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പേടിച്ചിട്ട് ഭയങ്കര ശക്തമായ മഴ. രാത്രി ഇന്നലെ 2 മണിയായപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ ആദ്യം പൊട്ടിയപ്പോൾ ഞങ്ങൾ ക്യാമ്പിലായിരുന്നു. പിന്നെ ബന്ധുക്കൾ വീട്ടിലോട്ട് പോയി. ഇതൊക്കെ പേടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ദുരന്തബാധിതർക്ക് പുനരധിവാസം ഒരുക്കണമെന്നാണ് ആവശ്യം. രാത്രി ഉറങ്ങാൻ കിടന്ന് നേരം വെളുത്ത് കണ്ണു തുറങ്ങുമ്പോൾ ഒന്നുമില്ല. ഈ ഭൂമിയിൽ നമ്മൾ കഷ്ടപ്പെട്ടത് മുഴുവൻ നഷ്ടപ്പെട്ടു. ആ ഒരു അവസ്ഥയിലാണ് നേരം വെളുപ്പിക്കുന്നത്. ഇവിടെ ഈ നഷ്ടപ്പെട്ട ആർക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ആനുകൂല്യങ്ങളും സാമ്പത്തികമായിട്ട് കിട്ടിയിട്ടില്ല. സർക്കാർ ഞങ്ങളെ ശ്രദ്ധിക്കണം, തിരിഞ്ഞു നോക്കണം, അതൊരു അപേക്ഷയായിട്ട് കാണണം. സർക്കാരിലേക്ക് സമർപ്പിക്കുന്ന ഒരു യാതനയാണിത്. മഴ ശമിച്ചെങ്കിലും ഇവരുടെ ആശങ്ക ഒഴിയുന്നില്ല. ഒരു ദിവസം മഴയുണ്ടായാൽ ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ തന്നെ പേടിയുണ്ട്. ഇന്നലെ രാത്രിയാണ് കാര്യമായി മഴ പെയ്തപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. പക്ഷേ ഇന്നിപ്പോൾ വലിയ പ്രശ്നമില്ല. രാവിലെ സമാധാനം ഇങ്ങനെ നിൽക്കുന്നു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ഇവിടുത്തുകാരുടെ ആശങ്കകൾക്ക് ശമനമില്ല. മഴ തോർന്നാലും എങ്ങനെ വീടുകളിലേക്ക് തിരിച്ചു പോകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാർ. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1.